ഈ ആഴ്ച സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ ചോളപ്പൊടി കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചോളപ്പൊടി കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കണം. പണ്ട് ചെറുതിലെ നേഴ്സറിയിൽ പോകുമ്പോൾ ഒരു മഞ്ഞ പൊടി കൊണ്ട് ഒരു ഉപ്പുമാവ് കിട്ടുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ ടേസ്റ്റ് എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കില്ല. എന്നാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞു ഒരു പാക്കറ്റ് ചോളപ്പൊടി മേടിച്ചുകൊണ്ട് വന്ന് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ചട്ടി വേറൊരു പാത്രത്തിലുമായിട്ട് ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിനകത്ത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയും കരിവേപ്പിലയും ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ആ നമ്മുടെ ചോളപ്പൊടി മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ചോളപ്പൊടി ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചു. ഇതിനകത്തൊരു മെയിൻ സാധനം ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പൊടിയാണ്. പക്ഷേ ഇതിങ്ങനെ ഒന്ന് മൂത്ത് വന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് ഞാനത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുത്തായിരുന്നു. ഒന്നിച്ചല്ല വെള്ളം ഒഴിച്ചത്. കുറേശ്ശെയാണ്. നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം വേണോ അതനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ചു. ഒന്ന് അടച്ച് വെച്ച് ഇത് നമ്മൾ ഇളക്കിയപ്പം കട്ട കെട്ടാതെ നല്ല ഇതായിട്ട് വന്നു. എന്നിട്ട് ഞാനൊരു 1/4 കപ്പ് നമ്മുടെ എന്തുവാ പാൽപ്പൊടിയും കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്തായിരുന്നു. മിക്സ് ചെയ്തപ്പോഴത്തേക്കും നല്ല മണമൊക്കെ ഉണ്ട്. അന്നത്തെ ആ നഴ്സറിയിൽ കിട്ടുന്ന ആ മണമൊക്കെ കിട്ടി. പക്ഷേ എന്നാലും അന്നത്തെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. ഈ ടേസ്റ്റ് നല്ലതാണ്. ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. ഒരു മധുരമൊക്കെ ഉണ്ട്.